ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, 2013 നവംബർ മാസം 13-ാം തീയതി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ സംഭവം, അത് ഇന്ന് സഭ അംഗീകരിച്ചൊരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ അത്ഭുതം സംഭവിച്ചതിന് ശേഷം ആ തിരുവോസ്തി അതിരൂപതാ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് മുതൽ വിവിധ തലങ്ങളിൽ ഇതിനോട് പങ്കുചേർന്നിരുന്ന് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ഇടയനായി പ്രവർത്തിക്കുന്ന അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് നമ്മോടൊപ്പമുള്ളത്. പിതാവ് നമ്മോട് ഈ അത്ഭുതത്തെക്കുറിച്ചും ഇതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതാണ്. പിതാവെ, സ്വാഗതം. നമ്മുടെ ഈ തലശ്ശേരി അതിരൂപത ഇപ്രകാരം ഒരു അത്ഭുതം നമുക്കൊത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്നതാണ്. ഈ അത്ഭുതം നടന്നതിന് ശേഷം ആ തിരുവോസ്തി അവിടെ നിന്ന് രൂപതാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് പഠനങ്ങൾക്കായിട്ട് അയക്കുകയും ഇപ്പോൾ അത് അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആദ്യം മുതൽ ഈ നിമിഷം വരെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിലും ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഈ അത്ഭുതത്തെ പിതാവ് എപ്രകാരമാണ് നോക്കിക്കാണുന്നത്? ഇതിൻ്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും പിതാവിന് സംസാരിക്കാനായിട്ട് സാധിക്കുമോ? ഇപ്രകാരമുള്ള അതിസ്വാഭാവിക സംഭവങ്ങളെ വിലയിരുത്തുന്നതിന് പരിശുദ്ധ സഭയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങളും പ്രഖ്യാപിതമായ നിലപാടുകളുമുണ്ട്. അപ്രകാരമുള്ള മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിലാണ് വിളക്കന്നൂർ പള്ളിയിൽ സംഭവിച്ച ഈ അതിസ്വാഭാവിക കാര്യത്തെയും സഭ മനസ്സിലാക്കുന്നത്. ഇത് ഒരു സ്വകാര്യ വെളിപാടുകളുടെ ഗണത്തിലാണ് വാസ്തവത്തിൽ സഭ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അന്ന് രൂപതാധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഏതാനും വൈദികർ വിളക്കന്നൂർ ചെന്ന് ബഹുമാനപ്പെട്ട വികാരിച്ചനുമായി സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഇത് തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേ തുടർന്ന് ദൈവശാസ്ത്ര കമ്മീഷൻ ഇതേക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർദ്ദേശിച്ചത് പ്രകാരം അന്നത്തെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ദൈവശാസ്ത്രജ്ഞരും അതുപോലെ മറ്റ് അംഗങ്ങളും അടങ്ങിയ ഒരു സമിതി തലശ്ശേരിയിൽ വന്ന് ഈ വിശുദ്ധ കുർബാനയെ പരിശോധിക്കുകയും അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഈ പരിശുദ്ധ കുർബാന തൽക്കാലം ബിഷപ്സ് ഹൗസിൽ രൂപതാധ്യക്ഷൻ്റെ മേൽനോട്ടത്തിൽ അത് സൂക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാൻ റോമിലേക്ക് അപേക്ഷിക്കുകയും റോം അപ്പസ്തോലിക് നുൻഷിയോ വഴി ഈ വിശുദ്ധ കുർബാന റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചില തുടർ പഠനങ്ങൾക്ക് വേണ്ടി അവർ നുൻഷിയോ വഴി തന്നെ ഈ തിരുവോസ്തി ഇങ്ങോട്ട് തിരികെ നൽകുകയും ചെയ്തു. റോമിൽ നിന്ന് നിർദ്ദേശിച്ച 3 ശാസ്ത്രീയ പഠനങ്ങൾ ഇന്ത്യയിൽ വെച്ച് നടത്താൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ 3 പഠനങ്ങളുടെ റിപ്പോർട്ട് വളരെ രഹസ്യാത്മകമായാണ് ഈ പഠനങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടത്. ആ പഠനങ്ങളുടെ റിപ്പോർട്ടും ആ പഠന റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നിയോഗിക്കപ്പെട്ട ദൈവശാസ്ത്ര സമിതിയുടെ വിലയിരുത്തലും റോമിലേക്ക് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്രകാരം നുൻഷിയേച്ചർ വഴി സമർപ്പിക്കപ്പെട്ട ആ റിപ്പോർട്ടിൻ്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ റോം നടത്തിയ പഠനങ്ങളുടെയും ഇന്ത്യയിൽ നമ്മൾ നടത്തി സമർപ്പിച്ച പഠന റിപ്പോർട്ടുകളുടെയും വെളിച്ചത്തിലാണ് റോമിലെ വിശ്വാസ തിരുസംഘം ഇപ്പോൾ ഈ ഒരു അത്ഭുതത്തിന് NOC നൽകിയിരിക്കുക. ഇതൊരു അത്ഭുതമായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്രകാരമുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ നടന്ന സംഭവം സത്യവിശ്വാസത്തെ പോഷിപ്പിക്കുന്നതാണ് എന്നും അതിൽ വിശ്വാസവിരുദ്ധമായതോ കൃത്രിമമായതോ ബാഹ്യമായ ഇടപെടലുകളോ സംഭവിച്ചിട്ടില്ല എന്നുമുള്ള തിരുസിംഹാസനത്തിൻ്റെ അംഗീകാരമായിട്ട് വേണം ഈ ഒരു സംഭവത്തെ മനസ്സിലാക്കാൻ. ഈ നടന്ന സംഭവത്തിൻ്റെ ആധികാരികതയിൽ സംശയിക്കത്തക്കതൊന്നുമില്ല
എന്ന് വത്തിക്കാൻ പ്രഖ്യാപിക്കുന്നതാണ് ഈ ഒരു നടപടിയിലൂടെ സാധാരണഗതിയിൽ സംഭവിക്കുക. അല്ലാതെ ഇതിനെ ഒരു അത്ഭുതം എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ദൃശ്യമായ അടയാളത്തിൽ സത്യവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നും ഇതിൽ കൃത്രിമത്വങ്ങളൊന്നുമില്ല എന്നും ബാഹ്യ ഇടപെടലുകളൊന്നുമില്ലാത്തതിനാൽ ഇവയെ വിശ്വാസികളുടെ ആരാധനയ്ക്കും വിശ്വാസ പോഷണത്തിനുമായി ഈ ഒരു അടയാളത്തെ, ഈ ഒരു പരിശുദ്ധ കുർബാനയെ ഉപയോഗിക്കാമെന്നുമുള്ള വത്തിക്കാൻ്റെ അംഗീകാരമാണ് ഇവിടെ ലഭിക്കുന്നത്. പിതാവ്, രണ്ടാമതായിട്ട് നമുക്കറിയാം, ഒരു അത്ഭുതം നടക്കുമ്പോൾ ആ അത്ഭുതം നടന്ന സ്ഥലവും അതല്ലെങ്കിൽ ആ ദർശനം ലഭിച്ച ആളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട പതിക്ലച്ചനാണ് ഈ അത്ഭുതം ദർശനമായത്. ഇതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ നിരീക്ഷണം, തുടർന്നുള്ള അവരുടെ ജീവിതം അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ നിരീക്ഷണങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഇത് ഉണ്ടായ സ്ഥലത്തെക്കുറിച്ചും ഈ ദർശനത്തിന് നിമിത്തമായ വ്യക്തികളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടത്താൻ റോമിൽ നിന്നുള്ള മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്രകാരമുള്ള പഠനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെയും വളരെ പോസിറ്റീവായിട്ടാണ് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവീക വെളിപാടുകൾക്ക് മാനുഷികമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലം കാലത്ത് അല്ലെ നിശ്ചിത വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ വെളിപാടിലൂടെ ദൈവം ലക്ഷ്യമാക്കുന്ന സന്ദേശം അത് ആ വ്യക്തിയിലോ ആ സ്ഥലത്തോ ഒതുങ്ങുന്നതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന് ഏതൊരു സ്ഥലത്തും ഏതൊരു വ്യക്തിയിലൂടെയും തൻ്റെ വെളിപാടുകൾ നൽകാവുന്നതാണ്. എന്നാൽ ദൈവം തൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി ചില സ്ഥലങ്ങളെയും വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ മാനുഷികമായി അധികം വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. വിളക്കന്നൂർ ഇടവക ദേവാലയം കർത്താവിന് പ്രിയപ്പെട്ടതായിരുന്നു എന്നും ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ ഈ ഒരു വെളിപാടിൻ്റെ സംവാഹകനാകാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും വിശ്വസിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സംശയത്തിന്റെ പുറത്തോ ദൈവം ചിലപ്പോൾ അടയാളങ്ങൾ പ്രവർത്തിക്കുക, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ജനതയുടെ ഒരു പ്രദേശത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസത്തിന് കൂടുതൽ ആഴപ്പെടുത്താൻ, ഉള്ള വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്താനായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതത്തെ പിതാവ് എപ്രകാരമാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവനും അന്തസത്തയും നമ്മുടെ സർവ പ്രവർത്തനങ്ങളും ലക്ഷ്യം വയ്ക്കുന്ന വിശ്വാസത്തിൻ്റെ അത്യുച്ചിയും പരിശുദ്ധ കുർബാനയാണ് എന്ന്. പരിശുദ്ധ കുർബാനയിലേക്ക് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സഭയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിരുന്നു. പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം ഈ കുടിയേറ്റ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നാം എല്ലാവരും എന്നും മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ്. ഇവിടെ ആശുപത്രികളോ മറ്റ് ആതുരാലയങ്ങളോ ചികിത്സാ രീതികളോ ഒന്നുമില്ലാതിരുന്നപ്പോഴും ഈ ദൈവജനം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയ എത്രയോ കഥകൾ നമ്മുടെ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് നാം കേൾക്കാറുള്ളതാണ്. ഈ ജനതയുടെ വിശ്വാസത്തിന് സ്വർഗം നൽകിയ ഒരു സാക്ഷ്യവും ഉത്തരവുമായിട്ട് അത് വിളക്കന്നൂരെ മാത്രമല്ല, ഈ മലബാറിലെ കുടിയേറ്റ ജനത പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച ആഴമുള്ള വിശ്വാസത്തിന് സ്വർഗം നൽകിയ ഒരു സാക്ഷ്യമായിട്ട് ഈ സംഭവത്തെ മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സംഭവത്തെ റോം ഒരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം അത് സഭയ്ക്കുള്ളിൽ നടന്നൊരു പഠനമാണ്. അപ്പോൾ അവിശ്വാസിയായ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്രകാരമാണ് സ്വീകാര്യമാകുന്നത്? ഇതിനകത്ത് കത്തോലിക്കല്ലാത്ത ആളുകൾ ഇതിന്റെ പരീക്ഷണത്തിലോ അല്ലെങ്കിൽ പഠനത്തിലോ ഉൾപ്പെടാറുണ്ടോ? ഇല്ലെങ്കിൽ എപ്രകാരമാണ് അക്രൈസ്തവനായ അല്ലെങ്കിൽ അവിശ്വാസിയായ ഒരാൾക്ക് ഇത് സ്വീകാര്യമായി തീരുന്നത്? ഇതിനെക്കുറിച്ച് വത്തിക്കാൻ അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
അതായത് ഈ ഒരു സംഭവം കണ്ട് നമ്മളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിലവിൽ തിരുസഭ പഠിപ്പിക്കുന്ന വലിയ സത്യമുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും പൂർണ്ണമായും സന്നിഹിതനാണ് എന്നുള്ള ആ വിശ്വാസം, ആ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു അടയാളം മാത്രമാണ്. ആ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തിന് പ്രത്യേകതകളൊന്നും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു അവിശ്വാസി എന്നത് അദ്ദേഹം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നയാളാണ് എങ്കിൽ തീർച്ചയായും ഇവിടെ നടത്തിയ പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഈ ഓസ്തിയിൽ സംഭവിച്ചിട്ടുണ്ടോ, ഇവിടെ ഈ ഒരു ചിത്രം രൂപപ്പെടുന്നതിന് നിമിത്തമായ എന്തെങ്കിലും കളറുകളോ പെയിൻറ്റിങ്ങുകളോ ഇതിൽ കടന്നു വന്നിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും രാസവസ്തുക്കൾ ഒരു ഗോതമ്പ് പൊടിയുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഘടനകൾ ഈ ഒരു തിരുവോസ്തിയിൽ ദൃശ്യമാണോ തുടങ്ങിയ പഠനങ്ങളാണ് ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തപ്പെട്ടിരിക്കുന്നു. അതിനെ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. ഇനി വത്തിക്കാൻ ഇത് ഒരു ദൈവിക അടയാളമായി നമുക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോഴും നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനും അവകാശം. ഇപ്പം മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പരിശുദ്ധ അമ്മയിലുള്ള കത്തോലിക്ക വിശ്വാസത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ നിർബന്ധമായും വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് 4 വിശ്വാസത്യങ്ങളേ ഉള്ളൂ. അമ്മ ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അതുപോലെ അമലോത്ഭവയാണ്, സ്വർഗാരൂപിതയാണ്. ഈ 4 സത്യങ്ങൾ വിശ്വസിച്ചാൽ മതി. മാതാവ് വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടോ, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടോ, ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടോ, അത് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നതും സ്ഥിരീകരിക്കുന്നതുമായ ചില അടയാളങ്ങൾ മാത്രമാണ്. ഈ അടയാളങ്ങളെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിശ്വാസിക്ക് സഭ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം നമുക്കറിയാം ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇതിനോടകം തന്നെ സഭയിൽ നടക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ദിവ്യകാരുണ്യം മാംസമായി അല്ലെങ്കിൽ രക്തമായി മാറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിരിക്കുക ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം തെളിയുന്നതാണ്. അതേ ദിവ്യകാരുണ്യം അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ ഒരു ദിവ്യകാരുണ്യം ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമുക്കറിയാം ഇനി അവിടെ ഒത്തിരിയേറെ ദിവ്യബലികൾ അർപ്പിക്കപ്പെടും. അവിടെ ഈ പറയുന്ന അപ്പം ഈശോയുടെ തിരുശരീരമായിട്ട് മാറും. അപ്പോഴൊക്കെ ഒരു സാധാരണ വ്യക്തി വരുമ്പോൾ ഈ പറയുന്ന അന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യ കൂദാശ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെക്കാളും പ്രാധാന്യം ഈ അത്ഭുതമാക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ പ്രഖ്യാപിക്കുന്ന ദിവ്യകാരുണ്യത്തിന് കൊടുക്കാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ നമ്മൾ അനുദിനം അർപ്പിക്കുന്ന കുർബാനയെക്കാളും അതിന് വെക്കുന്ന ആരാധനയ്ക്ക് വെക്കുന്ന അപ്പത്തേക്കാളും കുറച്ചുകൂടെ പ്രാധാന്യം ഈ അപ്പത്തിന് കൊടുക്കാൻ സാധ്യതയില്ലേ? അതിന് പ്രാധാന്യം കൂടുതലുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് വിധാനം എന്താണ് പറയാനുള്ളത്? പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹ സത്യമായും വ്യക്തിപരമായും സന്നിഹിതനാണ്. ഇതാണ് സഭയുടെ ആഴമേറിയ വിശ്വാസം എന്ന് പറയുന്നത്. പെസഹ തിരുനാളിൽ ഈശോ അർപ്പിച്ച പരിശുദ്ധ കുർബാന മുതൽ ഇന്നോളമുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനവും അതുതന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യമാണ് പരിശുദ്ധ കുർബാനയെന്ന്. കർത്താവ് പരിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരടയാളം മാത്രമാണ് വിളക്കന്നൂർ സംഭവിച്ച ഈ ഒരു അത്ഭുതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിത്യവും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും ആഴത്തിൽ ആരാധിക്കപ്പെടേണ്ട ദൈവിക സത്യം. ആ സത്യത്തെ മനസ്സിലാക്കാൻ ദൈവം നൽകിയ ദൃശ്യമായ ഒരു അടയാളം മാത്രമാണ്. നമുക്കറിയാം ഇപ്രകാരം ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന വിവിധ സ്ഥലങ്ങളിൽ ഈ അത്ഭുതങ്ങളുടെ കാരണമായ വസ്തുതകൾ സംരക്ഷിക്കപ്പെടുന്നു. പക്ഷേ അവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ് പരമപ്രധാനമായ സത്യം. ഈ പരിശുദ്ധ കുർബാനയിലേക്കുള്ള നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ദൈവം ഈ അടയാളം തന്നിരിക്കുന്നത്. നമ്മൾ കേവലം അടയാളങ്ങളിലേക്ക് തിരിയുകയല്ല,
ആ വലിയ സത്യമായ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ, അതിനെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരാൻ, പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ച് ഈശോയുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അടയാളമായിട്ടാണ് ഈ അടയാളത്തെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ ഒരു തിരുശേഷിപ്പായിട്ടാണോ കാണേണ്ടത്, അതോ ദിവ്യകാരുണ്യ കുർബാനയായിട്ട് തന്നെയാണോ കാണേണ്ടത്? അത് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് റോം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശത്തിൽ ഈ തിരുവോസ്തിയെ പരിശുദ്ധ കുർബാനയായി തന്നെ കരുതി പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന സമ്പൂർണ്ണ ആരാധന നൽകി ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പരിശുദ്ധ കുർബാനയായി തന്നെ സ്വീകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യും. തന്നെയുമല്ല, കഴിഞ്ഞ 13 വർഷമായിട്ടും ഈ തിരുവോസ്തിക്ക് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതേക്കുറിച്ച് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇന്നലെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പുതിയതായ ഒരു ഓസ്തി, ഗോതമ്പ് പൊടി കൊണ്ട് നിർമ്മിക്കുന്ന ഓസ്തിയും ഈ 15 കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 12 വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ ഓസ്തിയും ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ 99.6% ഇവ സാമ്യമുള്ളതായിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പഠനം നടത്തുന്നതിൻ്റെ തലേന്ന് നിർമ്മിച്ച ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഓസ്തി, ആ ഓസ്തിയും 12 വർഷം പഴക്കമുള്ള ഈ ഓസ്തിയും തമ്മിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈ 2 ഓസ്തികളും പൂർണ്ണമായും താതാത്മ്യപ്പെട്ടു നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ 12 കൊല്ലം പഴക്കമുള്ള ഓസ്തി പുതുതായ ഓസ്തിക്ക് സമാനമായി കാണപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള അണുബാധയോ ഫംഗസോ കേടുപാടുകളോ കാലപ്പഴക്കത്തിൻ്റെ പ്രതിസന്ധികളോ ഈ തിരുവോസ്തിയിൽ സംഭവിച്ചിട്ടില്ല എന്നുകൂടി ശാസ്ത്രീയ പഠനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഈ ഒരു അടയാളത്തിൻ്റെ ആധികാരികത കൂടുതൽ സാക്ഷ്യപ്പെടുത്തപ്പെടുകയാണ്. അവസാനമായിട്ട് ഇപ്രകാരം ഒരു അത്ഭുതം റോം പ്രഖ്യാപിക്കുമ്പോൾ സമാന തരത്തിലുള്ള എന്തെങ്കിലും അത്ഭുതങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതോടൊപ്പം തന്നെ പിതാവ് ഇപ്രകാരമുള്ള ഏതെങ്കിലും അത്ഭുതത്തിന്റെ പഠനത്തിന് ഭാഗവാക്കാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാകയാൽ ഇത്തരം പഠനങ്ങളെക്കുറിച്ച് ഭാഗമാകാൻ, മറ്റ് പല അടയാളങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച കാലത്ത് എനിക്കിട വന്നിട്ടുണ്ട്. എങ്കിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തന്നെയുമല്ല, ഇന്ത്യയിൽ ഇപ്രകാരം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉള്ള ഒരു അടയാളത്തെ തിരുസിംഹാസനം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും എൻ്റെ അറിവിലോ ഓർമ്മയിലോ ഇല്ല. അതേസമയം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട വിവിധ അടയാളങ്ങൾ ദൃശ്യമായിട്ടുണ്ട് എന്നും അവയെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനം പഠനം നടത്തുകയും അവയിൽ പലതിനെയും ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയേറെ സമയം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് പിതാവ് കാണിച്ച വലിയ മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മാസം 31-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഈ ഒരു അത്ഭുതം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ ആ അത്ഭുതം അവിടെ പ്രതിഷ്ഠിക്കുന്നതും ഏവരെയും ഈ ഒരു ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് ഹൃദ്യമായിട്ട് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, നമുക്ക് തുടർന്നും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുന്നേറാം, നമുക്ക് ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തിയിൽ വളരാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.